السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ذو العلم يحمل كل الطعن فيه ولا للطعن منه يرى شيئا سوى الخير. ومثمر الشجر يرمى بالحجارة لا يرمى سواه فيرميان الثمر. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മാന്യ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ദാറുൻ നജാത്ത് സെക്കൻഡറി മദ്രസ ഉദ്ഘാടനവും അതോടുകൂടി ബൗദ്ധ മൗലിദ് വാർഷികവും ആണ് ഈ പരിപാടി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ തിരക്കിനിടയിൽ ഇവിടെയുള്ള പ്രവർത്തകന്മാർ വന്ന് എന്തെല്ലോ പറഞ്ഞിരുന്നു. ഇവിടെ നിർബന്ധമായും വരണം നിർബന്ധിച്ചിരുന്നു. സാധിച്ചെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യാൻ നോക്കാം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എത്തിയപ്പോ ഒന്ന് വായിച്ചു നോക്കിയതാണ് ഇവിടുത്തെ പരിപാടി എന്താണ്. അതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കിയത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ കുറഞ്ഞ സമയത്തിനുള്ളിൽ മഹാനായ ഖമറുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദും മറ്റു ആലിമീങ്ങളും എല്ലാം ഇവിടെ എത്തിച്ചേരും. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും മറ്റു പല
നേതാക്കളും SSFന്റെ പ്രസിഡന്റ് ജലീൽ സഖാഫിയും അതുപോലെ ഈ നാട്ടിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും പരിസരങ്ങളിലുള്ളവരുമൊക്കെ നമ്മുടെ കൂടെ സ്റ്റേജിലും വേദിയിലും ഉണ്ട്. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നീണ്ട ഒരു പ്രസംഗം നിങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്നതും ഇല്ല. 2 സ്ഥലത്തുകൂടി ഇന്ന് തന്നെ പെർമിറ്റിന്റെ അവസരം കഴിയുന്നതിന് മുമ്പ് പ്രസംഗിക്കേണ്ടതുണ്ട്. അതും വളരെ ദൂരങ്ങളിൽ എത്തണം. ചുരുങ്ങിയ സമയം മാത്രം സംസാരിച്ച് ഞാൻ നിർത്തുന്നു. ദാറുൻ നജാത്ത്, എങ്ങനെയല്ലേ പേര്? ദാറുൻ നജാഹ്. നജാത്ത് എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ അങ്ങനെയാണ് എഴുതുക. അവസാനം ഹാത്ത ആണ് ദാറുൻ നജാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിജയത്തിന്റെ ഭവനം എന്നാണ്. വിജയത്തിന്റെ വീട് അല്ലെങ്കിൽ നാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം കൈവരിക്കാൻ നമുക്ക് തന്ന ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്ത് അറിവാണ്. അറിവുള്ളവരാണ് വിജയം കൈവരിക്കുന്നത്. അറിവ് ഇല്ലാത്തവനാണ് പരാജയപ്പെട്ടു പോകുന്നത്. ഇത് തർക്കമില്ലാത്ത ഒരു വിഷയം. ഇവിടെ ഈ തെങ്ങിൻ തോട്ടം ഇത് മദ്രസൻ്റെതോ വ്യക്തികളുടേതോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ്, ഏതോ ഒരു വ്യക്തിൻ്റെതാണ്. അദ്ദേഹം നമുക്ക് പരിപാടി നടത്താൻ സംഭവിച്ചാണ്. അല്ലേ ബക്കർ ഹാജി, അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗത്തിൽ സ്ഥലം കൊടുക്കട്ടെ. പരിപാടി നടത്താൻ വേണ്ടി നല്ല സൗകര്യമുള്ള സ്ഥലം പോക്കറാജിയുടെ മകനാണ് തന്നത്. പോക്കറാജിയുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. നല്ല അച്ചടക്കമുള്ള, വാഹനത്തിന്റെ ശല്യവും മറ്റൊന്നുമില്ലാത്ത നല്ല ഒതുങ്ങിയ ഒരു സ്ഥലം. ഈ സ്ഥലത്ത് തെങ്ങ് കൃഷി നടക്കുന്നു. തെങ്ങ് കൃഷിയെ സംബന്ധിച്ച് യാതൊരു അറിവും ഇല്ലാത്തവൻ തെങ്ങ് കൃഷി ചെയ്താൽ കൃഷി വിജയിക്കുകയില്ല. നെൽകൃഷിയെ സംബന്ധിച്ച് അറിയാത്തവൻ നെൽകൃഷി ചെയ്താൽ നെൽകൃഷി വിജയിക്കില്ല. ഏത് കൃഷിയും അങ്ങനെ തന്നെ. കൊള്ളിക്കിഴങ്ങ് കൃഷിയുണ്ട്. ഇവിടെ എന്താ മരച്ചീനിന്നോ കൊള്ളിക്കിഴങ്ങെന്നോ പറയുന്നത് എനിക്കറിയില്ല. കൊള്ളിക്കിഴങ്ങ് കൃഷി നടത്തുന്നവൻ അതിന്റെ തണ്ട് മുറിച്ച് കുഴിച്ചിട്ടിട്ടാണ് അത് കൃഷി ചെയ്യുക. ഒരാൾക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ തല തിരിച്ച് കുഴിച്ചിട്ടാൽ ഒരൊറ്റ കൊള്ളിക്കിഴങ്ങും ഉണ്ടാവില്ല. അതുപോലെ കിഴങ്ങുണ്ടാകും, കൊള്ളി തന്നെ ഉണ്ടാവില്ല. അല്ലേ? അപ്പൊ ഏതൊരു വിഷയവും അറിവ് വേണം. അറിവ് കൊണ്ടാണ് ഏതൊന്നിന്റെയും വിജയം. ബിസിനസ് നടത്തുന്നവന് ബിസിനസ്സിനെ സംബന്ധിച്ച് അറിവ് വേണം. സംഘടനാ പ്രവർത്തനം നടത്തുന്നവന് സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് അറിവ് വേണം. സ്ഥാപനം നടത്തുന്നവന് അതിനെ സംബന്ധിച്ച് അറിവ് വേണം. അങ്ങനെ എല്ലാത്തിനെ സംബന്ധിച്ചും അറിവ് വേണം. അറിവില്ലാത്തവൻ കൈകാര്യം ചെയ്താൽ അപകടം സംഭവിക്കും. കുട്ടികൾ തമാശക്ക് പറയാറുണ്ട്, ഒരാളൊരു വാച്ച് മേക്കറുടെ കയ്യിൽ വാച്ച് കൊടുത്തു. അങ്ങനെ മൂപ്പര് കഴിച്ച് ശരിയാക്കി പിന്നെ നോക്കുമ്പോ 2-3 സാധനം എവിടെയാ വെക്കേണ്ടതെന്നൊരു പിടുത്തില്ല. അപ്പൊ പിന്നെ മൂപ്പര് ഇത് കൂടുതലാണ്. അതുപോലെ ഏതൊരു വിഷയത്തെക്കുറിച്ചും അറിവില്ലാത്തവൻ അവൻ അറിവുള്ളവരെയും അറിവുള്ളവർ ചെയ്തതിനെയും ചെയ്യുന്നതിനെയും ആക്ഷേപിച്ചു. എപ്പോഴും വിവരമില്ലാത്തവൻ വിവരമുള്ളവരുടെ ശത്രുക്കളായിരുന്നു. ലോകത്ത് ആദ്യമായി ശത്രുത കാണിച്ച വ്യക്തി ഇബ്ലീസാണ്. ഇബ്ലീസിന്റെ ശത്രുതക്ക് എന്തായിരുന്നു കാരണം? മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അസാധാരണമായ അറിവ് നൽകി. കാരണം ആദം അലൈഹിസ്സലാം മനുഷ്യനാണെങ്കിലും സാധാരണ മനുഷ്യൻ അല്ല. അല്ലാഹുവിന്റെ നബിയാണ്. എല്ലാവർക്കും 25 മുർസലീങ്ങളുടെ പേര് അറിയാം. കുട്ടികളെ ഇങ്ങോട്ടോ, അതെപ്പോ കുട്ടികളൊക്കെ ഇങ്ങോട്ട് നോക്കാം. കുട്ടികളെ ഒന്നും കേട്ടില്ല. അവർ
എല്ലാവരും പ്രസംഗം ശ്രദ്ധിക്കുക. ഞാൻ ഇടയ്ക്ക് ചോദിക്കും, ഞാൻ എന്താ പറഞ്ഞു ചോദിക്കുമ്പോൾ പറഞ്ഞു, വെപ്പുകാർ പ്രത്യേകിച്ച് പറഞ്ഞു, സമ്മാനം പണിയാൻ തോന്നണം. എല്ലാവരും പ്രസംഗം ശ്രദ്ധിക്കുക. നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യനാണ്. പക്ഷേ സാധാരണ മനുഷ്യന്മാരല്ല അമ്പിയാക്കൾ. അവർ മലക്കുകളെ കാണാനും മലക്കുകളുടെ ശബ്ദം കേൾക്കാനും മലക്കിൽ നിന്ന് വിവരം സ്വീകരിക്കാനും മലക്കുമായി ബന്ധപ്പെടാനും പറ്റുന്ന പ്രത്യേകമായ പ്രകൃതിയുള്ള മനുഷ്യരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ. 25 മുർസലീങ്ങളുടെ പേര് നമ്മുടെ മദ്രസകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? 25 മുർസലീങ്ങളുടെ പേര് പഠിച്ചില്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയിലൊക്കെ 25 മുർസലീങ്ങളുടെ പേര് പഠിപ്പിക്കും. അത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലും പഠിപ്പിക്കും, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലും പഠിപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. സുന്നികളുടെ മദ്രസകളിൽ 25 മുർസലീങ്ങളുടെ പേര് പഠിപ്പിക്കും. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദ് മഅ് സാലിഹ് വ ഇബ്രാഹീം കുല്ലും മുത്തബഅ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടിക്കാലത്ത് പഠിച്ച പദ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം 25 മുർസലീങ്ങളിൽ ഒന്നാമത്തെ വ്യക്തിയാണ് നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. അപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന് അസാധാരണത്വം ഉണ്ട്. അസാധാരണ മനുഷ്യനായ നേതാവാണ് നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് മറ്റുള്ളവരെക്കാൾ ബഹുമാനം ഉണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, അറിയിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു ചെയ്തത് എന്താണ്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു ഇൽമു കൊടുത്ത് ബഹുമാനിച്ചു, അറിവ് കൊടുത്ത് ബഹുമാനിച്ചു. അറിവ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ബഹുമാനത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം അറിവാണ്. അത് ലോകത്തെ അറിയിക്കുകയാണ് അല്ലാഹു ജല്ല ജലാലുഹു. ഇപ്പൊ നീണ്ട പ്രസംഗം നടത്താൻ അവസരം ഇല്ല. ആയിരക്കണക്കിന് സീഡികളും VCDകളും വാങ്ങി നിങ്ങൾ കേൾക്കണം. സൂറത്തുൽ ലുഖ്മാൻ ഏകദേശം 12ഓളം ദിവസം ഞാൻ പ്രസംഗിച്ചു. അതിൽ 5 ദിവസത്തോളം കുറ്റ്യാടിയിൽ വെച്ച് പ്രസംഗിച്ചത് സുന്നത്ത് ജമാഅത്തിന്റെ തെളിവുകളാണ്. കാരണം അതവിടെ ആവശ്യം ആയിരുന്നു. അതേസ 7 ദിവസം അത് തന്നെ ഞാൻ നാദാവത്ത് പ്രസംഗിച്ചപ്പോ ഒരു സംഘടനയുടെയും പേര് പറഞ്ഞിട്ടില്ല. കാരണം അവിടെ അതിന്റെ ആവശ്യം ഇല്ല. രോഗത്തിനനുസരിച്ചാണ് മരുന്ന് കൊടുക്കുന്നത്. ഭക്ഷണം അങ്ങനെയല്ല, ഭക്ഷണം എല്ലാവർക്കും കൊടുക്കണം. ഇവിടെ അൽഹംദുലില്ലാഹ് ഞാൻ അന്വേഷിച്ചു സുന്നികളല്ലാത്ത വല്ല പാർട്ടിയും ഉണ്ടോ. അപ്പൊ എനിക്കറിയാൻ സാധിച്ചു ഇവിടെ അങ്ങനത്തെ പാർട്ടികളൊന്നുമില്ല. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ നാടായി ഈ നാട്ടിനെ നിലനിർത്തി തീർമാറാക്കും. സുന്നികൾക്കിടയിൽ അല്ലാഹു തആല അങ്ങേയറ്റത്തെ ഐക്യവും സന്തോഷവും സ്നേഹവും അല്ലാഹു നിലനിർത്തുകയും ചെയ്യും. സുഹൃത്തുക്കളെ, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. ഖുർആൻ പറഞ്ഞു, പല സംസാരങ്ങളിലും ഖൈറില്ല. ഖൈറുള്ള സംസാരം ധർമ്മം ചെയ്യാൻ വേണ്ടി പറയുന്നവന്റെ സംസാരം, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്ന സംസാരം, ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് ജനങ്ങൾക്കിടയിൽ സന്തോഷത്തിനും സമാധാനത്തിനും സന്ധിക്കും യോജിപ്പിനും ഐക്യത്തിനും വേണ്ടി സംസാരിക്കുന്ന സംസാരം, അത് ഖൈറായ സംസാരമാണ്. ഖുർആൻ പറയാൻ, വമൻ യഫ്അൽ ദാലിക ബിത്തിഗാഅ മർളാത്തില്ലാഹി ഫസൗഫ നുതീഹി അജ്റൻ അളീമാ. ജനങ്ങൾക്കിടയിൽ യോജിപ്പിനും സന്ധിപ്പിക്കും ഐക്യത്തിനും വേണ്ടി വല്ലവനും സംസാരിച്ചാൽ അവന് വലിയ പ്രതിഫലം നമ്മൾ കൊടുക്കും നബിയേ. ഖുർആൻ പറയുകയാണ്. നിങ്ങളൊരിക്കൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ KP മജീദ്, അബ്ദുസ്സമദ് സമദാനി, ET മുഹമ്മദ് ബഷീർ, അങ്ങനെ തുടങ്ങിയുള്ള പല നേതാക്കളുമായും കോഴിക്കോട് അപ്പോളോ മൂസ ഹാജിയുടെ വീട്ടിൽ വെച്ച് ഒരു ചർച്ച നടത്തി. ചർച്ച നടന്ന് ഇറങ്ങിപ്പോകുമ്പോ KP മജീദിനോട് നിങ്ങളെ സീഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളെ വാലിന്റെ സീഡ് ഉണ്ടെങ്കിൽ വേണമെന്ന്. ഞാൻ പറഞ്ഞു പറഞ്ഞത്
അതേ മുസാഹിദിയുടെ പറ്റി ഞാനൊരു വർഷം ഒരു കല്യാണത്തിന് പോയപ്പോ ബഹുമാനപ്പെട്ട സയ്യിദി ഹൈദരലി ശിഹാബ് തങ്ങൾ അവിടെ കല്യാണത്തിന് വരുന്നുണ്ട് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. പോകുന്ന സമയത്ത് ഞാൻ തങ്ങളെ വണ്ടിയിൽ ഒരു CD ഡ്രൈവർ എടുത്ത് കൊടുത്തിട്ട് അവനൊരു CD കൊടുത്തിട്ടുണ്ട്, തങ്ങളൊന്ന് കേട്ടു നോക്കണോ. ആ CD ചേലക്കാട്ട് വെച്ച് പ്രസംഗിച്ച CD-യാണ്. നാദാപുരത്തിന്റെ ചേലക്കാട്. അവിടെ പ്രസംഗിച്ച വിഷയം എന്താണ്? നാം എന്തിന് ഭിന്നിക്കണോ എന്നതാണ്. ആ CD-ന്റെ പേര് എങ്ങനെ? നാം എന്തിന് ഭിന്നിക്കണം. അതിലാണ് ആദ്യപ്പോൾ ഞാൻ ആദ്യം لا خير في كثير من نجواهم إلا من أرغب صدقة ومعروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. പടച്ചവനെ പ്രതിഫലം കൊടുക്കുന്ന കക്ഷി ജനങ്ങൾക്കിടയിൽ ഐക്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആൻ ഭിന്നിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നവരല്ല, ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരല്ല. ഓ സുഹൃത്തുക്കളെ, നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു ജല്ല ജലാലുഹു അസാധാരണ മനുഷ്യനായതുകൊണ്ട് തന്നെ അസാധാരണമായ അറിവ് കൊടുത്ത് ആദരിക്കുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, സർവ വിഷയങ്ങളുടെയും സർവ വസ്തുക്കളുടെയും പേരുകൾ നമ്മൾ ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. നബിയേ, ആദം നബി അലൈഹിസ്സലാമിന് പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഇനി നമ്മളെ ജപ്പൂട്ടുന്ന കുട്ടികൾ അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത്. കുട്ടികളോട് ചോദിക്കുക, ഏത് ഭാഷയിലാണ് ആദം നബിക്ക് പേര് പഠിപ്പിച്ചു കൊടുത്തത്? മലയാളത്തിലാണോ, ഇംഗ്ലീഷിലാണോ, ഉറുദുവിലാണോ, തമിഴിലാണോ, കന്നഡയിലാണോ, ഏത് ഭാഷയിലാണ്? ആദം നബി അലൈഹി സ്വലാമിന് എല്ലാ സാധനത്തിനെയും പേര് പഠിപ്പിച്ചു കൊടുത്തത് ഏത് ഭാഷയിലാണ്? അറബി ഭാഷ. ആര് പറഞ്ഞു? എല്ലാ ഭാഷയിലും. അതാണ് ശരി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ ഭാഷയിലും പഠിപ്പിച്ചു കൊടുത്തു. ആരാ മറുപടി പറഞ്ഞു? അതിന്റെ കാരണം ഏതോ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടാവില്ലേ? പാപ്പ മൊയ്യാര സഖാഫിയാണ്. അപ്പൊ ഉസ്താദിൽ പാപ്പാന്റെ കേട്ടിട്ടുണ്ടാവും. ആലിമികളോട് കൂടി ചേരുമ്പോഴാണല്ലോ കേൾക്ക് പഠിക്കുക. അതുകൊണ്ടാണ് വേറെ വർത്താനം പറയാൻ കേൾക്കണമെന്ന് പറഞ്ഞത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, സർവ ഭാഷയിലും പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ വസ്തുക്കളുടെയും പേര്. അത് ശരിയാണല്ലോ? അല്ലെ പിന്നെ വസ്തുക്കളുടെ പേര് പഠിച്ചു പറയാൻ പറ്റുമോ? കാരണം ഇതിന് ബുക്ക് എന്ന് പറയും, കിതാബ് എന്ന് പറയും, പുസ്തകം എന്ന് പറയും. ഇതൊക്കെ ഇതിന്റെ പേര് തന്നെ. അപ്പൊ പേരുകൾ എല്ലാം പഠിക്കണ്ടേ? അതന്നെ പേര് ഇസ്ലാമി എല്ലാ പേരും പഠിക്കണ്ടേ? അപ്പൊ എല്ലാ ഭാഷയിലും പഠിക്കണം. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, പേര് പഠിക്കുന്നതിന്റെ പുറമെ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉപകാരവും പഠിപ്പിച്ചു കൊടുത്തു. ഓരോന്നിന്റെയും ഉപകാരം, ആ ഉപകാരവും പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇതൊക്കെ കൂടി പഠിക്കുന്നതോടുകൂടി അതൊക്കെ വളരെ ചുരുങ്ങിയ സമയത്തിന് അല്ലാഹുവിന് ഒരു വിഷയമല്ലോ. അല്ലാഹു തആല അങ്ങനെ അറിയണം എന്ന് ഉദ്ദേശിച്ചാൽ അപ്പൊ അറിഞ്ഞു കഴിഞ്ഞില്ലേ? വേറെ മദ്രസയിൽ പറഞ്ഞ കണ്ട ആവശ്യമൊന്നുമില്ല, സ്ലേറ്റ് എടുക്കണ്ടോന്നില്ല ഇതിന് അല്ലാഹുവിന് അറിവ് കൊടുക്കാൻ. അങ്ങനെ എല്ലാ വസ്തുക്കളുടെയും പേരും ഉപകാരവും അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിന് കൊടുത്ത് ബഹുമാനിച്ചു. ഏത് ബഹുമാനം? ഈ വസ്തുക്കളുടെ പേരുകൾ മുഴുവനും ഉപകാരം മുഴുവനും പഠിക്കുന്നതോടുകൂടി അറിയുന്നതോടുകൂടി അല്ലാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്ത അറിവും ബോധവും വർദ്ധിക്കുകയാണ്. ഇതൊക്കെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥൻ, ഈ ഉപകാരങ്ങളൊക്കെ സൃഷ്ടിച്ച നാഥൻ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത്, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എത്രയോ വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെ വിവരമുള്ള ആളാണെന്ന് അതേ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അല്ലാഹു പറഞ്ഞു, അംബീഹും ബി അസ്മാഇ ഹൗലാ,
മലക്കുകളാണ് അവിടെയുള്ള വലിയ പുണ്യവാന്മാരായ സൃഷ്ടികൾ. ആ സൃഷ്ടികളായ മലക്കുകളോട് നിങ്ങൾക്കിതിന്റെ പേരുകൾ പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോ മറുപടി പറയാൻ മലക്കുകൾക്ക് കഴിയുന്നില്ല. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പേര് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു പറയുന്നു. അങ്ങനെ ആദം നബിക്ക് വലിയ വിവരമുണ്ടെന്ന് മലക്കുകൾക്ക് തന്നെ അല്ലാഹു ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ വിവരമുള്ള മഹാനാണെന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അവിടെയുള്ള സൃഷ്ടികൾക്ക് ബോധ്യപ്പെടുത്തിയപ്പോൾ അല്ലാഹു പറയുന്നു, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് നിങ്ങൾ സുജൂദ് ചെയ്യണം എന്ന് മലക്കുകളോട് പറയുന്നു. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്ന് നാദാപുരത്ത് നിന്ന് സൂറത്തുൽ കഹ്ഫ് ഞാൻ ആദ്യം മുതലേ സംസാരിച്ച് 7 ദിവസം സൂറത്തുൽ കഹ്ഫ് സംസാരിച്ച് മിനിഞ്ഞാന്ന് അത് പ്രസംഗം അവസാനിപ്പിച്ചു. സൂറത്തുൽ കഹ്ഫ് അവസാനിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും 1-2 സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് അത് അവസാനിക്കും. അപ്പൊ അതിൽ പറഞ്ഞു നിർത്തിയ ആയത്ത് ഈ ആയത്താണ്. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദം. മലക്കുകളോട് നമ്മൾ പറഞ്ഞ സന്ദർഭം ഉസ്ജുദൂ ലിആദം, ആദം നബി അലൈഹിസ്സലാമിന് നിങ്ങൾ സുജൂദ് ചെയ്യണേ. ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ. മലക്കുകൾ മുഴുക്കെ അതാ ആദം നബിയെ ബഹുമാനിച്ച് അതാ അവരുടെ തലകുനിച്ചു. വേറെ ഒരു സ്ഥലത്തേക്കും തിരിഞ്ഞു നോക്കാൻ പറ്റാ. മുൽത്തഫിത്തുല്ലായ സ്ത്രീനാണ്, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. അഹ്മദുൽ കബീർ റിഫായിറുല്ലാഹിനോട് അബ്ദുൽ മലിക്കുൽ ഖസറൂനി തങ്ങൾ പറഞ്ഞതാ, തപ്പാദേ അബ്ദുൽ മാലിക്കുൽ ഖസറൂനി താങ്കൾ ഒരു ചൊല്ലാൽ ഒരാണ്ട് പാർത്തോവർ എന്ന് റിഫായിൽ മാലിയിൽ പറഞ്ഞത് അതിനെ പറ്റിയാണ്. അബ്ദുൽ മലിക്കുൽ ഖസറൂനി റളിയല്ലാഹു അൻഹു എന്ന ശൈഖ് ശരിയായ ശൈഖാണ്, അല്ലാതെ ഖുതുബുസ്സമാൻ മഞ്ചേരി എന്ന് പറയുന്ന ശൈഖന്മാരല്ല. ശരിയായ ശൈഖ് ആ അബ്ദുൽ മലിക്കുൽ ഖസറൂനി തങ്ങൾ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന് കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ വാക്കാണ് മുൽത്തഫിത്തുല്ലായ സിൽ തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. ഒരു വിഷയത്തിൽ മുന്നോട്ട് പോകുന്നവൻ വേറെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പാടില്ല. സാസിൽ ഇരിക്കുന്നവർ സാസിൽ എന്താ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചു. സുഹൃത്തുക്കളെ, മഹാന്മാരായ മലക്കുകൾ തലതാഴ്ത്തി ആദം നബി അലൈഹിസ്സലാമിന്. കാരണം മനുഷ്യ സമൂഹത്തെ അല്ലാഹു തആല മൊത്തത്തിൽ പറഞ്ഞാൽ മലക്കുകളെക്കാൾ ബഹുമാനിച്ചിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള സൃഷ്ടി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. കലീമുല്ലാഹി മൂസ, ഖലീലുല്ലാഹി ഇബ്രാഹിം, റൂഹുല്ലാഹി ഈസാ, ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിമുസ്സലാം തുടങ്ങിയ അമ്പിയാക്കൾ ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ ബഹുമാനമുള്ളവരാണ്. ആകയാൽ മനുഷ്യ സമൂഹത്തിൽ മലക്കുകളെക്കാൾ ബഹുമാനമുള്ളവരുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള മലായികത്തിനോട് അതാ മനുഷ്യരുടെ പിതാവായ ഉപ്പാപ്പയായ ആദം നബി അലൈഹിസ്സലാമിന് ഇൽമു കൊടുത്ത് ബഹുമാനിച്ചിട്ട് ഇൽമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം തലകുനിക്കാൻ പറയുന്നു. തലകുനിക്കുന്നു. മലക്കുകൾ മുഴുവനും തലകുനിച്ച് ബഹുമാനിക്കുന്നു. പക്ഷേ ഇല്ല ഇബ്ലീസ്, ഒരൊറ്റ വ്യക്തി ഒഴികെ. കാന മിനൽ ജിന്നി, അവൻ ജിന്നിൽപ്പെട്ടവനായിരുന്നു. അതിനൊരുപാട് തഫ്സീറുകളുണ്ട്. അതൊക്കെ ഞാൻ എന്റെ നാദാപുരത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ സീഡികൾ കൊമ്പ് കിട്ടുമ്പോൾ വാങ്ങി നിങ്ങൾ കേട്ടോ. സൂറത്തുൽ കഹ്ഫിനെ കുറിച്ച് ഒരുപാട് നമ്മൾ പഠിക്കാനുണ്ട്. കാന മിനൽ ജിന്നി, അവൻ ജിന്നിൽപ്പെട്ടവനായിരുന്നു.
ജിന്ന് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥമെന്ത്? ചിലര് പറഞ്ഞു അവൻ സ്വർഗത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സ്വർഗത്തിന് ജന്നത്ത് എന്ന് പറയും. ഇപ്പൊ കാനമിനൽ ജിന്നി എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വർഗത്തിലുള്ളവനായിരുന്നു എന്നാണ് അതിനർത്ഥം എന്ന് ചിലര് പറഞ്ഞു. വേറെ ചിലര് പറഞ്ഞു കാനമിനൽ ജിന്നി, ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു നിന്നു എന്നാണ് അർത്ഥം. അപ്പോൾ കാണാൻ പറ്റാത്ത ജീവിയാണവൻ എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇമാം റാസി അതേ ചിലർ മലക്കുകളിൽ പെട്ടതാണോ എന്ന് വരെ ചർച്ച ചെയ്തപ്പോ ഇമാം റാസി റഹിമഹുല്ലാഹ് അതിന്റെ തഫ്സീറിൽ പറഞ്ഞു. പക്ഷേ അതിന്റെ ശേഷം അഫതത്തഖിദൂനഹു വദുരിയതഹു ഔലിയാഅ മിൻ ദുനി എന്ന് ഖുർആൻ പറഞ്ഞുകൊണ്ട് അവനെയും അവന്റെ സന്താനങ്ങളെയും നിങ്ങൾ നിങ്ങളെ മിത്രങ്ങളാക്കുകയാണോ, സ്നേഹിതന്മാരാക്കുകയാണോ, നിങ്ങളെ സംരക്ഷകരാക്കുകയാണോ എന്ന് അല്ലാഹു പറയുമ്പോ ഇബ്ലീസിന് മക്കളുണ്ടെന്ന് വന്നല്ലോ. അപ്പോൾ മലക്കിൽപ്പെട്ടതല്ലെന്ന് ബോധ്യപ്പെട്ടു. കാരണം മലക്കുകൾക്ക് സന്താനങ്ങൾ ഉണ്ടാകൂല, ഭാര്യമാരുണ്ടാകൂല, ആണെന്നോ പെണ്ണെന്നോ അവരെ കുറിച്ച് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ കാനമിനൽ ജിന്നി എന്ന് പറഞ്ഞാൽ അവൻ ജിന്നി എന്ന വർഗത്തിൽപ്പെട്ടതാണ് എന്നാണ് അതിനർത്ഥം. കാനമിനൽ ജിന്നി, അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനായിരുന്നു. ജിന്നി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഏകദേശ വ്യാജത്വരീഖത്തിന്റെ ശൈഖന്മാരുടെയും ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ജിന്നുകളാണ്. ആ ജിന്നുകൾ മുഖേന ചില അത്ഭുതങ്ങൾ അവർ പ്രകടിപ്പിക്കുമ്പോ അവരുടെ തരീഖത്തിൽ പെട്ടുപോകുന്ന വിവരമില്ലാത്ത മുരീദന്മാർ ഞങ്ങളെ ശൈഖിന്റെ കറാമത്താണെന്ന് മനസ്സിലാക്കി ചിലപ്പോ ഖുതുബുസ്സമാനാണ്, ഖുതുബുൽ അഖ്താബാണ് എന്നൊക്കെ അവർ നോട്ടീസ് ഇറക്കി പോകും. അതവരെ വിവരക്കേടാണ്. അവരെ ആശയത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ അവർ ഷാർ മുബാറക്കിന്റെ ബഹുമാനം പറഞ്ഞു എന്ന് വരാം. അത് കേട്ടിട്ടാരും പിഴച്ച തരീഖത്ത് ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുതേ മുസ്ലിമീങ്ങളെ. ഷാർ മുബാറക്ക് ശരി തന്നെയാണ്, അത് പറയാൻ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുണ്ട്. അത് വ്യാജ തരീഖത്തുകാര് പറയേണ്ടതില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇബ്ലീസ് പല നിലക്കും വരും, പല നിലക്കും നമ്മളെ ചതിയിൽപ്പെടുത്തും. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചോളണം. സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ അവരെ ഈമാൻ നഷ്ടപ്പെടുത്താൻ, അവരെ ഇസ്ലാം തകർക്കാൻ ഒരു വിഭാഗത്തെയും അനുവദിച്ചുകൂടാ. കുതന്ത്രങ്ങളെക്കുറിച്ച് നല്ല ബോധം മുസ്ലിം ഉമ്മത്തിനുണ്ടാകണം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം കാനമിനൽ ജിന്നി, ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ടവനായിരുന്നു. ഫഫസഖ അൻ അംരി റബ്ബിഹി, അവന്റെ റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് അവൻ ഈ മലക്കുകളുടെ കൂട്ടായ്മയിൽ നിന്ന് പുറംചാടിപ്പോയി. മലക്കുകൾ ഒന്നടങ്കം കൂട്ടായ്മയോടെ അല്ലാഹു ബഹുമാനിച്ച ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കുമ്പോ ആ കൂട്ടായ്മയിൽ നിന്ന് അവൻ പുറംചാടിക്കളഞ്ഞു. അതാണ് ഫഫസഖ അൻ അംരി റബ്ബിഹി. അവനതാ അവന്റെ റബ്ബിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ചെയ്ത് അവൻ പുറത്തേക്ക് പോയി. കൂട്ടായ്മയിൽ ഒരാൾ പുറത്തു പോയാൽ പുറത്തു പോയി എന്ന് പ്രഖ്യാപിക്കും. അതിന്റെ പേരാണ് പുറത്താക്കി എന്ന് പറയുന്നത്. അല്ലാതെ ആരെയും പുറത്താക്കൂല, പുറത്തായത് പ്രഖ്യാപിക്കുക. ഓ സഹോദരന്മാരെ, അങ്ങനെ അവനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി. ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്തുകൊണ്ടാണ് ഇബ്ലീസിനെ പുറത്താക്കിയത്? സുഹൃത്തുക്കളെ, ഇബ്ലീസ് തെറ്റ് ചെയ്തു. പക്ഷേ അതെന്ത് തെറ്റാണെന്നറിയോ? ഒരു സാധാരണ തെറ്റല്ല. കള്ളുകുടിക്കലൊരു തെറ്റാണ്, വ്യഭിചരിക്കൽ ഒരു തെറ്റാണ്, അതേ കളവ് പറയൽ തെറ്റാണ്. അങ്ങനെ തുടങ്ങിയ തെറ്റുകൾ ഒരുപാടുണ്ടല്ലോ. പക്ഷേ ആ തെറ്റുകൾ ദുർബല നിമിഷത്തിൽ വല്ലവനും ചെയ്തു പോയാൽ അവൻ അതിൽ പിന്നീട് ഖേദിക്കാൻ സാധ്യതയുണ്ട്. അവൻ തൗബ ചെയ്ത് നന്നാകാൻ സാധ്യതയുണ്ട്. പടച്ച റബ്ബേ, ഈ ഉമ്മത്തിൽ ആരിൽ നിന്നെങ്കിലും നീ പൊരുത്തപ്പെടാത്തത് എന്തെങ്കിലും വന്നുപോയെങ്കിൽ, ഞങ്ങളിൽ നിന്ന് വന്നുപോയെങ്കിൽ നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനേ. തെറ്റ് ചെയ്യുന്നവൻ തെറ്റിനെ ന്യായീകരിക്കൂല. ഈമാനുണ്ടെങ്കിൽ ന്യായീകരിക്കൂല. എന്നോടങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയില്ലാതെ ന്യായീകരിക്കൂല. അതേ സമയത്ത് ഈമാനിന്
കേടുവന്നാൽ തെറ്റിനെ ന്യായീകരിക്കും. മറ്റൊന്ന്, ഈമാനിൽ കേടുവന്നാൽ അല്ലാഹു ബഹുമാനിച്ചവരെ ഇൻസൾട്ടാക്കും. ഈമാൻ കേടുവരുന്ന ഏറ്റവും വലിയൊരു സംഗതിയും അതിന്റെ ലക്ഷണവുമാണ്. ഇബ്ലീസ് ചെയ്തതെന്താണ്? ഓ ഇബ്ലീസേ, മാ മനഅക അൻ തസ്ജുദ ലി ആദം, ആദമിനെന്തേ നിനക്ക് സുജൂദ് ചെയ്യാൻ തടസ്സം? അല്ലാഹ് ചോദിക്കുമ്പോ ഇബ്ലീസിന്റെ മറുപടി അസ്ജുദു ലിമൻ ഖലഖത തീനാ, കളിമണ്ണിനാൽ നീ പടച്ച ഇവന് ഞാൻ സുജൂദ് ചെയ്യുകയോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇബ്ലീസ് പറഞ്ഞെന്താണ്? കളിമണ്ണിനാൽ പഠിച്ചു. നേരിനല്ലത് അല്ലേ? എടേ കുട്ടികളെ, അതെന്നെ പിന്നെ പഠിച്ച കളിമണ്ണുണ്ടല്ലേ അല്ലേ? അപ്പൊ ഇബ്ലീസ് പറഞ്ഞ നേരിനല്ലേ? ഇബ്ലീസ് പറഞ്ഞോ? ഇബ്ലീസ് കളിമണ്ണിനാൽ പഠിച്ചു എന്ന് പറഞ്ഞത് നേരാണ്. പക്ഷേ അവന് ഞാൻ സുജൂദ് ചെയ്യുകയോ എന്ന് ചോദിച്ചതോ ഒരു നേര് പറഞ്ഞിട്ട് ഒരു മഹാനെ ഇൻസൾട്ടാക്കുകയാണ്. മനസ്സിലാക്കണം. പറഞ്ഞത് നേര്, പക്ഷേ അതിന്റെ ഉദ്ദേശം എന്താ? ഒരു മഹാനെ ഇൻസൾട്ടാക്കലാണ്. അസ്ജുദു ലിമൻ ഖലഖത തീനാ, കളിമണ്ണിനാൽ നീ പടച്ച ഇവന് ഞാൻ സുജൂദ് ചെയ്യുകയോ? അല്ലാഹ് ബഹുമാനിച്ചപ്പോ ആദം നബി അലൈഹിസ്സലാമിനെ മലക്കുകളെ കൂട്ടായ്മ ഒന്നിച്ച് ബഹുമാനിക്കുമ്പോ പുറം തിരിഞ്ഞു നിന്ന ഈ മനുഷ്യൻ, ഈ ഇബ്ലീസ് എന്ന് പറയുന്ന ജിന്ന്, ആ ഇബ്ലീസ് ചോദിക്കുന്നത് ആദം നബിയെ നിസ്സാരപ്പെടുത്തുന്ന വാചകമാണ്. അപ്പോഴാണ് റബ്ബ് പറഞ്ഞത് ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, പോടാ പുറത്ത്, നീ ശപിക്കപ്പെട്ടവനാണ്. അതാണ് ഖുർആൻ സൂറത്തുൽ കഹ്ഫിലും പറഞ്ഞത്. വൈദ ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ് കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി. അല്ലാഹു തആല ഇൽമു കൊടുത്തിട്ടാണ് ആദം നബിയെ ബഹുമാനിച്ചത്. മനുഷ്യന്റെ ബഹുമാനം ഇൽമു കൊണ്ടാണ്. കുറേ തിന്നുന്നു എന്നത് ബഹുമാനമല്ല. അങ്ങനെയാണ് വലിയ ബഹുമാനം നമ്മളെ പുരയിലെ കാളക്കാരുണ്ടാകുക. എത്രേ കാളകളും പശുക്കളൊക്കെ തിന്നുന്നത്. അതുപോലെ നല്ല ആരോഗ്യമുണ്ട് എന്നത് ബഹുമാനമല്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ബഹുമാനം ഒട്ടകത്തിനാണ്. വിദേശത്ത് പോകുന്നവർക്കറിയാം, ഒട്ടകത്തിന് കാറ് കെട്ടിയാൽ ഒട്ടകം മാലേസിനുള്ള നിൽക്കാൻ പോകും, കാറങ്ങോട്ടി പോകും. അത്ര ആരോഗ്യമുള്ള സാധനമാണ് ഒട്ടകം. ഓ സഹോദരന്മാര്, ആരോഗ്യമല്ല, വലിപ്പമല്ല. വലിപ്പമാണെങ്കിൽ അത് ആനയുടെ പാപ്പനേക്കാൾ, മുതലാളിയേക്കാൾ ബഹുമാനം ആനക്കാകണം. ഇല്ല ഇല്ല, എത്ര വലിയ ആനയാണെങ്കിലും ആനയെ പോറ്റി വളർത്തി പഠിച്ച വിവരമുള്ള പാപ്പാൻ ആനയോട് എടാ എഴുന്നേൽക്കടാ, ഒരു ചവിട്ട് തരൂ എന്ന് പറഞ്ഞാൽ ആന എഴുന്നേൽക്കും. ചവിട്ടിയാലൊന്നും വരൂല എന്നുള്ള കാര്യം വേറെ വിഷയം. പക്ഷേ ആന പേടിക്കും, വിവരമുണ്ടെങ്കിൽ പേടിക്കും. ഓ സുഹൃത്തുക്കളെ, വിവരമാണ് മനുഷ്യന്റെ ബഹുമാനം. അതുകൊണ്ട് തന്നെ വിജയത്തിന്റെ നിദാനം ദാറുൻ നജാത്ത്, വിജയത്തിന്റെ വീട്, വിജയത്തിന്റെ ഭവനം, അത് ഇൽമു കൊടുക്കുന്ന ഭവനമാണ്. അത് മദ്രസ, അതിന്റെ പ്രാഥമികമായ അറിവ്, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അറിവ്, മലക്കുകളെ കുറിച്ചുള്ള അറിവ്, ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള അറിവ്, മാതാപിതാക്കളെ കുറിച്ചുള്ള അറിവ്, അതേ ഖദറിനെ സംബന്ധിച്ചുള്ള അറിവ്, കിതാബിനെ കുറിച്ചുള്ള അറിവ്, മുർസലീങ്ങളെ കുറിച്ചുള്ള അറിവ്, അങ്ങനെ തുടങ്ങി അതാ പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്ന അറിവ്, അതേ മാതാപിതാക്കളെ ആദരിക്കണമെന്ന അറിവ്, പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്, ഇൽമുള്ളവരെ ബഹുമാനിക്കണമെന്ന അറിവ്, സയ്യിദന്മാരെ പാർട്ടി നോക്കി നിന്ദിക്കരുത്, സയ്യിദന്മാരെ ബഹുമാനിക്കണമെന്ന അറിവ്, പ്രായമുള്ളവരെ ആദരിക്കണമെന്ന അറിവ്, അയൽവാസിക്ക് നന്മ ചെയ്യണം
സ്നേഹിക്കണമെന്ന അറിവ്, കുടുംബബന്ധം ചേർക്കണമെന്ന അറിവ്, ഒരിക്കലും അനൈക്യവും ഛിദ്രതയും ഭിന്നിപ്പും ഉണ്ടാക്കരുത്, ഐക്യമുണ്ടാക്കണമെന്ന അറിവ്. അങ്ങനെ തുടങ്ങി ഞാൻ ചുരുക്കട്ടെ. നിങ്ങൾ നജസ് കുടിക്കുന്ന കള്ളുകുടിയന്മാരാകരുത്, നജസ് കുടിയന്മാരാകരുത്. നിങ്ങളതാ വ്യഭിചാരികളെയിട്ട് അതാ പോത്തും എരുമയും പോലെ വിവാഹം കഴിക്കാതെ വികാരശമനത്തിന് വഴിതേടുന്നവരാകരുത്. അങ്ങനെ തുടങ്ങി അറിവിന്റെ കാര്യങ്ങൾ പ്രാഥമികമായി നൽകപ്പെടുന്ന ഏറ്റവും വലിയ സ്ഥാപനമാണ് മദ്രസ. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ വിജയത്തിന്റെ ദാറുൻ നജാത്ത് അത് അതാ മദ്രസ തന്നെ. വിജയത്തിന്റെ വീടാണത്. ഓ സുഹൃത്തുക്കളെ, പക്ഷേ ഇവിടെ ഒരു ചെറിയ ചോദ്യമുണ്ട്. ഇബ്ലീസിന് തീരെ വിവരം ഇല്ലായിരുന്നോ? അവിടെ അതിനൊരു മറുപടിയുമുണ്ട്. വിവരം ഉണ്ടായിരുന്നു, പക്ഷേ അഹങ്കാരമുണ്ടായിരുന്നു. വിവരമുണ്ടായത് കൊണ്ട് കാര്യം കിട്ടൂല. മനുഷ്യന്റെ മനസ്സ് നന്നാകണം. മനസ്സ് നന്നല്ലെങ്കിൽ വിവരം കൊണ്ട് രക്ഷപ്പെടൂല, വിജയിക്കൂല. ഇബ്ലീസ് അഹങ്കാരിയായി പോയി. അതാണല്ല പറഞ്ഞത്, അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അവനതാ പറഞ്ഞ കൽപ്പനക്ക് വഴിപ്പെട്ടില്ല. അവൻ അഹങ്കാരം കാണിച്ചു. അവൻ അവിശ്വാസികളിൽ പെട്ടുപോയി. ഞാൻ എന്ന ഒരു വിചാരം അതൊരാൾക്കും ഉണ്ടാകാൻ പാടില്ല. ഞാൻ എന്നൊരു ഒരാൾക്ക് പറഞ്ഞുകൂടാന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ഞാൻ 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 എന്നൊരു വിചാരം. ഞാനാണ് നിശ്ചയപ്പെടുത്തിയത്, ഞാനാണ് ശരിയാക്കിയത്, ഞാനാണ് അങ്ങനെയാക്കിയത് എന്ന് ചിലർ പറയും. അങ്ങനെ ഒരു ഞാൻ എന്ന വിചാരം നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഔലിയാക്കൾ ചൊല്ലൊരു ദിക്റ്, മാന ഇല്ല അന്ത, മാന ഇല്ല അന്ത, മാന ഇല്ല അന്ത. പടച്ചവനെ ഞാനില്ലേ ഇല്ല, ഇല്ല അന്ത നീ മാത്രമേ ഉള്ളൂ അല്ലാ. ഞാനില്ലേ ഇല്ല, നീ മാത്രമേ ഉള്ളൂ അല്ലാ. അതേ ലഅദുൽ ബസായിരി നാളിറൻ നഹ്വല്ലദർ ബല്ലിൽ മുഅത്തിരി ബിദുഹൂലി അനിൽ അസർ. ഇവിടെയുള്ള സൃഷ്ടികളിലേക്ക് ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അതേ ഭയഭക്തിയുള്ള പണ്ഡിതന്മാർ, അവരുടെ മനസ്സിവിടെയുള്ള സൃഷ്ടികളിലേക്ക് തിരിയൂല. അവരുടെ ദൃഷ്ടി മുഴുവനും തിരിയുന്നത്, അവരെ മനസ്സ് തിരിയുന്നതൊക്കെയും സൃഷ്ടിച്ച സത്താവിലേക്കാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീ തങ്ങൾ അതേ അവിടുത്തെ ദിക്റിൽ പ്രത്യേകം പറഞ്ഞില്ലേ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഹീ. അവരെ ചിന്തകളൊക്കെ അല്ലാഹുവിലേക്ക് നീങ്ങി. അവരൊന്നും വ്യാജത്വരീക്കത്തുകാരല്ല, അവരൊക്കെ ശരിയായ ത്വരീഖത്തിന്റെ യഥാർത്ഥ മശായിഖന്മാരാണ്. അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ മഅരിഫത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. സുഹൃത്തുക്കളെ, ഇതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. നൂർഷാ ത്വരീഖത്ത് മുജാഹിദിലേക്ക് എന്ന് പറഞ്ഞ എന്റെ തിരൂരിലെ സീഡിയുണ്ട്. ത്വരീഖത്തിനെ സംബന്ധിച്ച് പ്രസംഗിച്ച ധാരാളം സീഡികളുണ്ട്. അതിലൊക്കെ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ശൈഖ് ജീലാനിയും ഖാദിരിയ്യ ത്വരീഖത്തും എന്ന് പറഞ്ഞ് കോഴിക്കോട്ട് പ്രസംഗിച്ച സീഡിയുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പലതിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെല്ലാം കൂടി പറയാൻ കഴിയില്ല. അല്ലാഹു പറയുന്നു, അഫതഖിദൂനഹു വദുർരിയതഹു ഔലിയാഅ മിൻ ദൂനി. ഓ ജനങ്ങളെ, നിങ്ങൾ എന്നെ വിട്ടുകൊണ്ട്, എന്നെ കൂടാതെ, അല്ലെങ്കിൽ എനിക്ക് പുറമേ നിങ്ങളാ ഇബ്ലീസിനെയും അവന്റെ സന്താനങ്ങളെയും നിങ്ങൾ സ്നേഹിതന്മാരാക്കുകയാണോ? നിങ്ങൾ ഇബ്ലീസിന്റെ വഴിയിൽ നീങ്ങുകയാണോ? വഹും ലക്കും അദുവ്. ഇബ്ലീസ് നിങ്ങളുടെ കഠിന ശത്രുവാണ്. ബിസലിൽ ആലിമീന ബദലാ. അക്രമം ചെയ്യുന്നവർക്ക് പകരം കിട്ടിയത് ഇബ്ലീസിനെയാണ്. അവർ വല്ലാത്ത മോശമായ കൂട്ടാളിയെ സ്നേഹിച്ച് പിടിച്ചവർ തന്നെ അബദ്ധത്തിലായിപ്പോയി ഇബ്ലീസിന്റെ മിത്രങ്ങൾ. എന്നെ സംബന്ധിച്ചാണ് ഞാൻ ഇന്നലെയും പ്രസംഗിച്ചത്, മിന്നാന്നും പ്രസംഗിച്ചത്. പക്ഷെ അത് മലപ്പുറം ജില്ലയിലല്ല. ഇന്നലെ പ്രസംഗിച്ച കണ്ണൂർ ജില്ലയിലാണ്, മിന്നാന്ന് പ്രസംഗിച്ച കോഴിക്കോട് ജില്ലയിലാണ്.
ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇബ്ലീസിന് 15 ശത്രുക്കളുണ്ട്. ഒക്കെ ഞാൻ മിന്നാത്ത പ്രസംഗത്തിൽ നാദാവരെ സ്വീകരിക്കുമെന്ന് നിൽക്കുന്നത്. ഇബ്ലീസിന് മൊത്തത്തിൽ എല്ലാ മോമിനിയങ്ങളും മുത്തത്തിങ്ങളും ശത്രുക്കളാണ്. ഞാൻ പ്രത്യേകം 15 ശത്രുക്കളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബ്ലീസ് എന്നെ പറഞ്ഞതാ. അവന്റെ ശത്രുവിന് അവനെന്നല്ലേ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ്? അപ്പൊ അവൻ പറഞ്ഞു, അന്ത അവ്വലുഹും, ഒന്നാമത്തെ ആൾ നിങ്ങൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബ്ലീസ് പറഞ്ഞു, ഒന്നാമത്തെ ആൾ നിങ്ങൾ തന്നെ. അത് ഉറപ്പന്നല്ലേ? ലോകത്തുള്ള മുഴുവൻ ആളുകളെയും സന്മാർഗത്തിലേക്ക് നയിച്ച് അവന്റെ വഴിയിൽ നിന്ന് തിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായതുകൊണ്ട് ഏറ്റവും വലിയ ശത്രു ഇബ്ലീസിന് മുഹമ്മദ് റസൂലുള്ളാഹി. രണ്ടാമത് വൈമാമിൻ നാദിൽ, നീതിമാനായ ഭരണാധികാരി. ഒരാൾക്കൊരു അധികാരം കിട്ടിയാൽ നീതി പുലർത്തണം. നീതിമാനായ ഭരണാധികാരി അത് ഇബ്ലീസിന്റെ ശത്രുവാണ്. അതുപോലെ വഗനിയുൻ മുതവാദിഉൻ, താഴ്മ പ്രകടിപ്പിക്കുന്ന പണക്കാരൻ. പണക്കാരനാണ്, പക്ഷേ താഴ്മ പ്രകടിപ്പിക്കുന്ന ഒരൊറ്റ ആലിമിനെയും നിന്ദിക്കൂല. എല്ലാ ആലിമികളെയും ബഹുമാനിക്കും, എല്ലാ സയ്യിദന്മാരെയും ബഹുമാനിക്കും. അങ്ങനെ താഴ്മ കാണിക്കുന്ന പണക്കാരൻ. വത്താജിറുൻ സദൂഖ്, സത്യസന്ധനായ ബിസിനസ്സുകാരൻ. സുഹൃത്തുക്കളെ, വആലിമുൻ മുതഖസ്സിഉൻ, ഭക്തിയുള്ള പണ്ഡിതൻ. ഭക്തിയുള്ള പണ്ഡിതൻ ഇബ്ലീസിന്റെ ശത്രുവാണ്. അങ്ങനെ തുടങ്ങി 15 ശത്രുക്കൾ ഇബ്ലീസിനെയൊക്കെ പറയപ്പെടുന്ന നേരില്ല. ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു. ഒരു ഭക്തിയുള്ള പണ്ഡിതനായിരുന്നു. ഞാനൊരിക്കൽ വാഴക്കാട്ട് പോയപ്പോ മർക്കസു സഖാഫത്തി സുന്നിയിൽ ബിരുദാനന്തര കോഴ്സ് തുടങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹുവിലേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഞങ്ങൾക്കാണ് ആദ്യത്തെ ബാച്ച് തുടങ്ങി തന്നത്. അതിലെ 1ാം ബാച്ചിലുള്ള ആളാണ് ഞാൻ. അന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തുടങ്ങി തന്നു. കാരണം കേരളം കണ്ട ഏറ്റവും ഭക്തിയുള്ള ആലിമീങ്ങളിൽ വലിയ മഹാനാണ് കണ്ണിയത്ത് ഉസ്താദ്. ആ ഭക്തിപൂർവമാണ് അവിടുന്ന് ജീവിച്ചത്. ഭക്തിയോടുകൂടിയാണ് അവിടുന്ന് വഫാത്തായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഞാനൊരു കണ്ണിയത്ത് സ്മരണിക എന്റെ വണ്ടിയിലുള്ളത് കൊണ്ട് ഞാനിവിടെ വന്നപ്പോ എനിക്കൊരാൾ ഒരു നോട്ടീസ് കൊണ്ടത്, വായിക്കാൻ പറ്റാത്തൊരു നോട്ടീസാണ്. അതിൽ കണ്ണിയത്ത് ഉസ്താദിനെ സംബന്ധിച്ച് ഒരു തോന്നിവാസം എഴുതിയത് കണ്ടു. അപ്പൊ എനിക്ക് മർക്കസു സഖാഫത്തി സുന്നിയിൽ നിന്ന് കിതാബ് തുടങ്ങിത്തന്ന് ദുആ ചെയ്തു തന്ന മഹാനായതുകൊണ്ട് തന്നെ കണ്ണിയത്ത് ഉസ്താദിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിവരക്കേട് ഇവിടെ എവിടെയോ ആകട്ടെ ഒരാൾ എഴുതിയാൽ അത് തെറ്റാണ് എന്ന് പറയേണ്ട ബാധ്യത എനിക്കുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഇത് സൂചിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, കണ്ണിയത്ത് ഉസ്താദിന്റെ ഈ സ്മരണികയിൽ ഈ അടുത്ത് മരണപ്പെട്ടുപോയ ബഹുമാനപ്പെട്ട ഇതിന്റെ 13ാമത്തെ പേജിൽ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ ഒരു ലേഖനം കാണാം. ആ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ ഈ ലേഖനത്തിൽ എഴുതുന്നു, ഞാൻ അരീക്കോട് ദർസ് നടത്തുന്ന കാലത്ത് ജുമാ ഖുത്ബയുടെ മുമ്പ് ഒരു മലയാള പ്രസംഗം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഞാൻ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെയും മറ്റ് ബന്ധപ്പെട്ടവരെയും വാഴക്കാട്ടേക്ക് വിടുകയും കണ്ണിയത്ത് ഉസ്താദിന്റെ അഭിപ്രായം പോലെ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. തദനുസൃതം അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജുമാ ഖുത്ബക്ക് മുമ്പ് അൽ കഹ്ഫ് സൂറത്തും സലാത്തും അധികരിപ്പിച്ചുകൊണ്ടാണ് ജുമാക്ക് വന്നവർ സുഗലാകേണ്ടത്. സുഗലാകാച്ച ജോലിയാകാൻ അതിന്റെ അർത്ഥം. ഇതിന് ബാങ്കിന്റെ മുമ്പ് ശേഷം എന്ന വ്യത്യാസമില്ല. അതിനാൽ ഈ പ്രസംഗം കറാഹത്ത് അശദ് ആകുന്നു. എന്നുവെച്ചാൽ കടുത്ത കറാഹത്താണ്. കറാഹത്ത് എന്ന് പറയാ വിരോധിക്കപ്പെട്ട സംഗതിക്കാണ്. അഫ്ളലായ
അഫ്ളലായ പ്രവൃത്തിയാണ് അപ്പോൾ നിറവേറ്റേണ്ടത്. കണ്യത്തുസ്താദിന്റെ ഈ തീരുമാനം അംഗീകരിച്ച് ഞാൻ അവിടെ നിന്ന് പോരുന്ന കാലം വരെ ആ പ്രസംഗം അവിടെ ഇല്ലായിരുന്നു. കാലക്രമേണ കമ്മിറ്റികൾക്ക് മാറ്റം സംഭവിക്കുകയും പരിഷ്കാരങ്ങൾ വന്നു ചേരുകയും ചെയ്തപ്പോൾ ആ തീരുമാനത്തിന് അവിടെ ഇന്ന് പ്രസക്തിയില്ലാതെയായിരിക്കുകയാണ് എന്ന് കാളമ്മാടി മുഹമ്മദ് മുസ്ലിയാർ ലേഖനം എഴുതുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കണ്യത്തുസ്താദ് അസദ് കറാഹത്താണ് എന്ന് പറഞ്ഞു ജുമാഅക്ക് മുമ്പ് പ്രസംഗിക്കുന്നതിനെ സംബന്ധിച്ചു. എന്നാൽ സുഹൃത്തുക്കളെ, ആ മഹാനായ കണ്യത്തുസ്താദ് പറഞ്ഞതുപോലെ ജീവിക്കണമെന്ന് എന്നെപ്പോലുള്ള മുത്തഅല്ലിമീങ്ങൾ പറയുമ്പോ ഞാൻ ഈ അടുത്ത് ഒരു മാസിക വായിച്ചു. ആ മാസികയിൽ കണ്യത്തുസ്താദിനെ നിന്ദിക്കുന്നു. അതെന്റെ മനസ്സിന് വല്ലാതെ വേദനയുണ്ടാക്കി. അതും ഞാനൊന്ന് നോക്കി വായിക്കാം. ഇതിൽ പറയുന്നത് എന്താണ്? അസദ് കറാഹത്താണെന്ന് കണ്യത്തുസ്താദ് പറയുമ്പോ ഈ മാസികയിൽ പറയുന്ന മസ്അല അബൂ തസ്ലീം എന്ന് പറയുന്ന ഒരാളാണ് എഴുതുന്നത്. ജുമാ ഖുതുബക്ക് മുമ്പ് ഒരു പ്രസംഗം ഹറാമാണെന്നോ കറാഹത്താണെന്നോ അറിയിക്കുന്ന ഒരു ദുർബല അഭിപ്രായം പോലും ശാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എവിടെയും പറഞ്ഞതായി കാണുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മഹാനായ കണ്യത്തുസ്താദ് പറയുന്നു അസദ് കറാഹത്താണ്. ഈ മാസികയിൽ പറയുന്നു, അങ്ങനെ ഒരൊറ്റ കിതാബിലും കാണുന്നില്ല. അപ്പൊ മഹാനായ കണ്യത്തുസ്താദ് ഈ സമുദായത്തെ വഞ്ചിച്ചു എന്നല്ലേ പറയുന്നതിനർത്ഥം? ഇതൊരിക്കലും ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. സുഹൃത്തുക്കൾ ചിന്തിക്കണം. സുന്നി അഫ്കാർ 2010 മാർച്ച് 24 സുന്നിയുടെ പേരിലാണ് കണ്യത്തുസ്താദിനെ നിസ്സാരപ്പെടുത്തുന്നത്. എനിക്കിത് വല്ലാതെ വേദനയായി പോയി. എന്നാൽ ഇന്നെന്റെ മനസ്സ് വേദനിച്ചത് ഇതിന്റെ പേരിലല്ല. ഇവിടെ വരുമ്പോൾ വഴിക്ക് വെച്ച് എന്റെ ഒരു സുഹൃത്ത് എനിക്ക് മഹാനായ കാന്തപുരം ഉസ്താദിനെ കടുത്ത ഭാഷയിൽ ചീത്ത പറഞ്ഞ് നിന്ദിച്ചുകൊണ്ടുള്ളൊരു നോട്ടീസിന്റെ ചുവടെ മഹാനായ കണ്യത്തുസ്താദിനെ പറ്റി ഇങ്ങനെ എഴുതി കണ്ടു: സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ. കണ്യത്തുസ്താദിന്റെ പ്രാർത്ഥനയ്ക്ക് 25 വർഷം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാനായ കണ്യത്തുസ്താദ് ബോധത്തോടെ അങ്ങനൊരു പ്രാർത്ഥന നടത്തൂല എന്ന് ഏത് പണ്ഡിതനും അറിയാം. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് ശക്തമായി വിരോധിച്ചൊരു സംഗതിയാണ്. മുഖം കെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. അതറിയാത്ത ജാഹിലല്ല കണ്യത്തുസ്താദ്, മറിച്ച് കേരളം കണ്ട പണ്ഡിതന്മാരുടെ ഗുരുവര്യരാണ്. ഉസ്താദുൽ അസാതീദ് എന്നാണ് മഹാനവർക്ക് പേര് തന്നെ പറയാറുള്ളത്. റഈസുൽ മുഹദ്ദിഖീൻ എന്നാണ് പേര് പറയാറുള്ളത്. ആ കണ്യത്തുസ്താദ് ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിനെതിരെ പ്രാർത്ഥിക്കുമെന്ന് ഒരു സുന്നിയായ വ്യക്തിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ കിതാബ് അദ്ബുൽ മുഫ്റദാണിത്. ഞാൻ ഈ ഹദീസ് ഇങ്ങനെ ഞാൻ ഈ നോട്ടീസ് ഇവിടെ കണ്ടപ്പോ, ആ നോട്ടീസ് കിട്ടിയപ്പോ ആ ഹദീസ് ഞാൻ എന്റെ ശിഷ്യൻ അതേ ആരിഫ് സഖാഫിക്ക് വിളിച്ചു ആ കിതാബെന്ന് നോക്കി ഹദീസ് പറഞ്ഞു തരണോന്ന് പറയുമ്പോഴാണ് നിങ്ങളെ സ്റ്റേജിലുള്ള ബാഖവി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഈ കിതാബ് എടുത്ത് എനിക്ക് കൊണ്ടുതരുന്നത്. ഈ കിതാബിൽ നിങ്ങൾക്ക് കാണാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് അടിസ്ഥാനമാക്കി ഇമാം ബുഖാരി അവിടുത്തെ കിതാബുൽ മുഫ്റദിൽ ഒരു അധ്യായം കൊടുക്കുന്നു. ബാബു ലാ തഖുൽ ഖബ്ബഹല്ലാഹു വജ്ഹ, അദ്ദേഹത്തിന്റെ മുഖം കെടുത്തട്ടെ എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന അധ്യായം. ഒരു ബാബ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊടുക്കുകയാണ്. അയാളുടെ മുഖം കെടുത്തട്ടെ എന്ന് പറയാൻ പാടില്ലെന്ന് പറയുന്ന അധ്യായം. ഹദ്ദസനാ ഹജ്ജാജുൻ ഖാല ഹദ്ദസനാ ഇബ്നു ഉയൈന അൻ ഇബ്നു ജിലാൻ അൻ സഈദ് അൻ അബീ ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്പോട്ട് യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ തഖൂലു ഖബ്ബഹല്ലാഹു വജ്ഹ, അദ്ദേഹത്തിന്റെ മുഖം കെടുത്തട്ടെ എന്നൊരു മുസ്ലിമിന്റെ പേരിൽ, ഒരു മനുഷ്യന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മുഖം കെടുത്തട്ടെ എന്ന് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ിരിക്കുന്നു. രണ്ടാമതായി ഹദീസ് കൊണ്ടുവരുന്ന ഇമാം ബുഖാരി അതിലിങ്ങനെയും കാണാൻ ലാ തഖൂലന്ന ഖബ്ബഹല്ലാഹു വജ്ഹക വവജ്ഹ മൻ അസ്ബഹ വജ്ഹക, നിന്റെ മുഖം അല്ലാഹു കെടുത്തട്ടെ എന്നോ നിന്റെ മുഖത്തോട് തുല്യതയുള്ള മുഖം കെടുത്തട്ടെ എന്നോ നിങ്ങൾ ഒരിക്കലും പറഞ്ഞേക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മഹാനായ കണ്യത്ത് ഉസ്താദ് ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദ് കാണാത്ത ആളാണെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് മഹാനായ കണ്യത്ത് ഉസ്താദ് ബോധത്തോടുകൂടി അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയെന്ന് നിങ്ങളാരും വിശ്വസിക്കരുതേ മുസ്ലിമീങ്ങളെ. അതേ ഇബ്ലീസിന്റെ ശത്രുക്കളായ 15 കക്ഷികളെ ഇബ്ലീസ് തന്നെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കക്ഷിയാണ് ആലിമുൻ മുതഖസ്സിൻ, ഭക്തിയുള്ള പണ്ഡിതൻ. അത്തരത്തിലുള്ള ഭക്തിയുള്ള ഒരു പണ്ഡിതനായിരുന്നു മഹാനായ കണ്യത്ത് ഉസ്താദ്. റസൂലുള്ളാഹിക്കെതിരെ ചെയ്യൂല അങ്ങനെ പ്രാർത്ഥിച്ചുവെന്ന് മഹാനായ കണ്യത്ത് ഉസ്താദിനെ സംബന്ധിച്ച് 25 കൊല്ലമായി പ്രാർത്ഥിച്ചിട്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ കണ്യത്ത് ഉസ്താദിന്റെ ശത്രുക്കളാണ്, ആലിമീങ്ങളെ ശത്രുക്കളാണ്, ഇബ്ലീസിന്റെ മിത്രങ്ങളാണ്. മുസ്ലിമീങ്ങൾ ഗൗരവത്തോടെ കാണണം. ഓ സുഹൃത്തുക്കളെ, നമ്മളൊരിക്കലും മഹാന്മാരായ ആലിമീങ്ങളെ നിന്ദിക്കരുത്. അത് വലിയ മോശമാണ്. ഇതുപോലെ സയ്യിദന്മാരെ നിന്ദിക്കരുത്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. ഞാൻ പറയട്ടെ, കുറ്റ്യാടി സിറാജുൽ ഹുദയ്ക്ക് വേണ്ടി ഞാൻ വിദേശത്തിന് പിരിവിന് പോയപ്പോ ഒരറബിയെ കണ്ടു. മുഹമ്മദ് ഷരീഫ് അൽ മുതവ്വാനാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് ഞാൻ ഓർക്കുന്നു. എന്നോട് പറഞ്ഞു 7 ലക്ഷം ഉറുപ്പിക സിറാജുൽ ഹുദയ്ക്ക് തരാം, പക്ഷേ ശിഹാബ് തങ്ങളുടെ ഒരു കത്ത് വേണം. ഞാൻ MLA മമ്മൂട്ടി സാഹിബിന്റെ അമ്മോശൻ, അതേ എന്റെ നാദാപുരത്തുള്ള പോക്കർ ഹാജി, അദ്ദേഹത്തെയും കൂട്ടിയിട്ട് പാണക്കാടേക്ക് പോയി. തങ്ങളെ കാണാൻ വേണ്ടി പോയി. കൊല്ലം 10-15 വർഷം മുമ്പാണ്. ഞാൻ പറയട്ടെ, തങ്ങളെ കാണാൻ പോയി. തങ്ങൾ ആദരിച്ചിരുത്തി. അങ്ങനെ ഇരുത്തിയതിനു ശേഷം ഞാൻ വിഷയം പറഞ്ഞു. തങ്ങളവർ എന്നോട് പറഞ്ഞു, ഞാൻ ഒരുപാട് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഒരാൾക്കും കത്ത് കൊടുക്കാറില്ല. പക്ഷേ സിറാജുൽ ഹുദയ്ക്ക് ഞാൻ കത്ത് തരും. കാരണം കുറ്റ്യാടി എന്ന പ്രദേശത്ത് 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പള്ളിയും മദ്രസയും ഇല്ലാത്ത സമയത്ത് അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ 1ാമത്തെ സ്ഥാപനം പോലെ ഷെഡ് കെട്ടി തുടങ്ങിയതാണെന്ന് തങ്ങൾക്കും അറിയാം. എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ കത്ത് തരുമെന്ന് പറഞ്ഞ് ലെറ്റർ ഹെഡ് എടുത്ത് അറബിയിൽ തന്നെ കത്തെഴുതി തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾ ആരോടും പറയരുത്, നിങ്ങളിതാരോടും പറയരുത്. ഞാൻ അവിടുന്ന് മരിക്കുന്നത് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് പിന്നെ കത്ത് കൊടുക്കാനേ സമയമുണ്ടാവുള്ളൂ. അതുകൊണ്ട് മരിച്ചതിന് ശേഷം പറഞ്ഞത് ആരും കത്തിന് ഇനി അങ്ങ് പോകൂല. അതുകൊണ്ട് മരണത്തിന് ശേഷം ഞാനത് പറഞ്ഞു. അതുവരെ ഞാനത് പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഈ ഒരു നല്ല കാര്യം ചെയ്തതുകൊണ്ട് തന്നെ എന്റെ മനസ്സിലത് ഓർമ്മയുണ്ട്. മഹാനായ ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോ അന്നത്തെ ദിവസം ഞാൻ എന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകള് മരിച്ചിട്ട് ആ വീട്ടിലാണ്. അപ്പോഴാണ് എനിക്ക് വിവരം കിട്ടുന്നത് തങ്ങൾ മരിച്ചു. ഞാൻ ഉടനെ എന്റെ ഫോൺ എടുത്തു. മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിനെ വിളിച്ചു, പൊന്മള ഉസ്താദിനെ വിളിച്ചു, മഹാനായ താജുൽ ഉലമ തങ്ങൾക്ക് വിളിച്ചു, MA ഉസ്താദിനെ വിളിച്ചു, ഖലീൽ തങ്ങൾക്ക് വിളിച്ചു. സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, മഹാനായ ശിഹാബ് തങ്ങൾ വഫാത്തായിട്ടുണ്ടല്ലോ. ശിഹാബ് തങ്ങൾ നമ്മളെ കൂടെ മംഗലാപുരത്ത് പള്ളി ഉദ്ഘാടനത്തിന് ഒന്ന് പങ്കെടുത്തു, അതുപോലെ പല സ്ഥലങ്ങളിലും പങ്കെടുത്തു. അങ്ങനെ നമുക്ക് സുന്നത്ത് ജമാഅത്തുകാർ മുഴുവനും ഐക്യത്തിലാകണമെന്ന് മഹാനായ ഉസ്താദും ശിഹാബ് തങ്ങളും പരസ്യമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതാണല്ലോ. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ തങ്ങൾ ചെയ്തതുമാണല്ലോ. അതുകൊണ്ട് നാളെ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ, ആ മദ്രസയിൽ വെച്ച് മുഴുവൻ കുട്ടികളും ഉസ്താദുമാരും അതാ ഖുർആനോദി തങ്ങൾക്ക് പ്രാർത്ഥന നടത്തണമെന്ന് നമുക്കൊരു പ്രസ്താവന കൊടുക്കട്ടെ എന്ന് SYSന്റെ സെക്രട്ടറി എന്ന നിലക്ക് എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഞാൻ നമ്മളെ ടോപ്പ് നേതാക്കളെ വിളിച്ചു പറഞ്ഞപ്പോ എല്ലാ നേതാക്കളും പറഞ്ഞു, നിർബന്ധമായും സിറാജിൽ കൊടുക്കണം, പത്രത്തിൽ കൊടുക്കണം. അങ്ങനെ അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ പത്രത്തിൽ കൊടുപ്പിച്ചതും ലക്ഷക്കണക്കിന് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലെ മക്കളും ആയിരക്കണക്കിന് ഉസ്താദുമാരും ഇരുന്ന് തങ്ങൾക്ക് വേണ്ടി ഫാത്തിഹോദി ഖുർആനോദി പ്രാർത്ഥിച്ചതും ഞാൻ ഓർമ്മിക്കുന്നു. നല്ലത് ചെയ്യുന്ന ജനങ്ങൾ, അതാണ് അടുത്ത വാചകം. ഇബ്ലീസ് പറയുന്നു, ഇബ്ലീസിന്റെ 15 ശത്രുക്കളിൽ
ശത്രുക്കളിൽ അടുത്തതാരാണ്? ഓ മുഅ്മിനുൻ നാസിഹുൻ, ഗുണകാംക്ഷയുള്ള സത്യവിശ്വാസി. അത് പിന്നെ തങ്ങളായാലോ മുസ്ലിയാരായാലോ പിന്നെ പറയണോ? സുഹൃത്തുക്കളെ, ഗുണകാംക്ഷിയായ സത്യവിശ്വാസി എന്റെ 15 ശത്രുക്കളിൽ ഒരാളാണെന്ന് അതാ ഇബ്ലീസ് പറയുന്നു. മറ്റൊന്ന് മുഅ്മിനുൻ റഹീമുൽ ഖൽബി, മനസ്സിന് അലിവുള്ള മുഅ്മിൻ, അതും അതാ കാരുണ്യമുള്ള മുഅ്മിൻ, അവനും ഇബ്ലീസിന്റെ ശത്രുവാണ്. അങ്ങനെ 15 ശത്രുക്കളെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് മുഅ്മിനുൻ യൻഫഉന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന സത്യവിശ്വാസി, അവനും ഇബ്ലീസിന്റെ ശത്രുവാണ്. മറ്റൊന്ന് മുഅ്മിനുൻ കസീറുസ് സദഖത്തി, ധാരാളം ധർമ്മം ചെയ്യുന്ന മുഅ്മിൻ ഇബ്ലീസിന്റെ ശത്രുവാണ്. സുഹൃത്തുക്കളെ, പക്ഷേ അവിടെയും എനിക്കൊരു വേദന ഉണ്ടായി. കന്യത്തു സാഹിബിനെ പറ്റി പറഞ്ഞതുപോലെ എന്നെ വേദനിപ്പിച്ചൊരു വിഷയം, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോൾ നമ്മുടെ മദ്രസകളിൽ നിന്നൊക്കെ തങ്ങൾക്ക് വേണ്ടി ദുആ നടത്തിയെങ്കിലും അതിന്റെ ശേഷം എനിക്കൊരു പത്രം കിട്ടി. കലാകൗമുദി എന്നാണ് അതിന്റെ പേര്. 2009 ആഗസ്റ്റ് 16, വില 12. ബഹുമാനപ്പെട്ട തങ്ങളുകളുടെ ചിത്രം ഇതിന്റെ കവർ ചിത്രത്തിൽ ഉണ്ട്. ഇതിൽ ഞാനൊരു ലേഖനം വായിച്ചപ്പോൾ അത് എനിക്ക് നേരത്തെ പറഞ്ഞതിനേക്കാൾ വേദനയായി. അത് ഞാനൊന്ന് വായിക്കാം. കോഴിക്കോട്ടെ ചില ഖാദിമാരുടെ ഒഴിവിലേക്ക് പുതിയ ഖാദിമാരെ തീരുമാനിച്ചിരുന്നു. ഇത് എഴുതുന്നത് ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. ചില ഖാദിമാരെ നിർദ്ദേശിച്ചതിൽ ഒരാൾ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ ഉപ്പ വരണമെന്ന് നിർബന്ധം പിടിച്ചു. വരാമെന്ന് ഉപ്പ ഏൽക്കുകയും ചെയ്തു. അതിനിടക്കാണ് ഉപ്പ അവിടെ പോകരുതെന്ന് ചിലർ നിർബന്ധം പിടിച്ചത്. ഖാദി ആരോഹണത്തിന് ശിഹാബ് തങ്ങൾ പോകാൻ പാടില്ല, നിർബന്ധം പിടിച്ചുകൊള്ളു. എന്താ കാരണം പറഞ്ഞത്? കാന്തപുരം അവിടെ വരും, കാന്തപുരത്തിന്റെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വരും എന്ന ഈ എതിർപ്പുകാരുടെ വാദം. കാന്തപുര സ്ഥാതിൽ പങ്കെടുക്കാൻ പാടില്ല എതിർപ്പുകാർ പറഞ്ഞു. എന്നിട്ട് മുനവ്വർ അലി ശിഹാബ് നിങ്ങൾ എഴുതിയാണ്, ഉപ്പയാണെങ്കിൽ ഞാൻ ഏറ്റുപോയതാണെന്നും അയാൾ എന്റെ ബന്ധു കൂടിയാണെന്നും പറഞ്ഞു. കാന്തപുര സ്ഥാദല്ലോ കേട്ടോ, അയാൾ ഇങ്ങനെ ഖാദിയാകുന്ന തങ്ങള്, കാന്തപുര സ്ഥാദ് തങ്ങളല്ലല്ലോ. അപ്പോ ഖാദിയാകുന്ന തങ്ങളെന്റെ ബന്ധുവാണ്, ഞാൻ വരാൻ ഏറ്റുപോയതാണ് ശിഹാബ് തങ്ങൾ പറഞ്ഞു. അവിടേക്ക് പോകുന്ന വഴി ഉപ്പയുടെ കാറ് EK വിഭാഗത്തിലെ ആളുകൾ തടഞ്ഞു. സുബ്ഹാനല്ലാഹ്, ശിഹാബ് തങ്ങളെ കാറ് തടഞ്ഞു വെച്ചു പോലും ഞാൻ EK വിഭാഗം എന്നവരെ കൊണ്ട് പറയൂല. മഹാനായ EK ഉസ്താദ് അത് പൊരുത്തപ്പെടൂല. ഓ സഹോദരന്മാരെ, ഇത് തങ്ങളവർകൾ എഴുതിയൊരു ലേഖനമാണ്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാറ് തടഞ്ഞു പോലും. അപ്പോ ഉപ്പ പറഞ്ഞു എനിക്ക് കാന്തപുരത്തെ കാണണം. പിന്നെ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങുന്ന ആളായിരുന്നില്ല ഉപ്പ. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് എഴുതിയതാണിത്. ഞാൻ ഈ സ്റ്റേജിൽ വന്ന് അതാ സ്വാഗതം കേട്ടപ്പോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നമ്മളെ കൂടെ പങ്കെടുക്കുന്നു എന്ന് കേട്ടപ്പോ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മാർഗത്തിൽ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഈ ചുറ്റുഭാഗത്തിൽ നിലനിൽക്കുന്നു എന്ന് കേട്ടപ്പോ എനിക്ക് സന്തോഷമുണ്ടായി. എന്ന സന്തോഷം കൂടി ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഖബറിൽ അല്ലാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഓ മുസ്ലിമീങ്ങളെ, നമ്മൾ പണ്ഡിതന്മാര് തമ്മിൽ കക്ഷി കീറുകയല്ല വേണ്ടത്, തങ്ങന്മാരെ നിന്ദിക്കുകയല്ല വേണ്ടത്, മഹാന്മാരായ നേതാക്കളെ കാറ് തടയുകയല്ല വേണ്ടത്, മുസ്ലിമീങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയല്ല വേണ്ടത്. നമ്മളെപ്പോഴും ഐക്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഭദ്രതയ്ക്ക് വേണ്ടി, ഉമ്മത്തിന്റെ ഗുണത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയുമാണ് വേണ്ടത്. നിങ്ങളൊന്ന് നോക്കൂ, ക്രിസ്തീയ സമുദായത്തിലേക്ക് ഞാൻ അസൂയ കൊണ്ട് പറയുന്നതല്ല, ക്രിസ്തു സമുദായത്തിലെ അംഗങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ആ ക്രിസ്തു സമുദായത്തിന് എന്തൊരു ഇസ്സത്തുണ്ട് നമ്മുടെ രാജ്യത്ത്. എന്തേ കാരണം? നിങ്ങളോട് ഞാൻ പറയണോ, ക്രിസ്ത്യാനികൾ എല്ലാ പാർട്ടിയിലും ക്രിസ്ത്യാനികളുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ഒരു ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ആളാണ്, കോൺഗ്രസ്സുകാരനാണ്. എന്നാൽ വേറെ അതാ KM മാണി, അയാൾ വേറൊരു പാർട്ടിക്കാരനാണ്, ജോസഫ് വേറൊരു പാർട്ടിക്കാരനാണ്. അതെ, അങ്ങനെ ഓരോരുത്തരും ഓരോ പാർട്ടിക്കാരാണ്. പക്ഷേ അവരുടെ പുരോഹിതന്മാർ, അവരുടെ അച്ഛന്മാർ, ആ
അച്ഛന്മാര് ദീനീ പ്രവർത്തനം അവരുടെ ദീനിന്റെ പ്രവർത്തനം നടത്തുമ്പോ, അവരെ മതത്തിന്റെ പ്രവർത്തനം നടത്തുമ്പോ എല്ലാ പാർട്ടിയിലുമുള്ള കക്ഷികൾ അവരുടെ അച്ഛന്മാർക്ക് പുരോഹിതന്മാരെ ശക്തിപ്പെടുത്തുകയാണ്. എല്ലാവരും അവർക്ക് പിന്തുണക്കുകയാണ്. പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം അവിടെ അവർ നോക്കുന്നില്ല. അവരുടെ മതത്തെ പരിപോഷിപ്പിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ മുസ്ലിം സമുദായം, കോൺഗ്രസ് ആകട്ടെ, ലീഗാകട്ടെ, UDF ആകട്ടെ, LDF ആകട്ടെ, എല്ലാവരും ആയിരക്കണക്കിന് പള്ളികൾ നിർമ്മിക്കുന്ന, ആയിരക്കണക്കിന് യതീകുട്ടികളെ പോറ്റുന്ന, ആയിരക്കണക്കിന് ആളുകൾക്ക് വിദേശത്തും നാട്ടിലും തൊഴിലുണ്ടാക്കി കൊടുക്കുന്ന, ആയിരങ്ങൾക്ക് ഗുണം നൽകുന്ന, എന്നെപ്പോലുള്ള ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾക്ക് അതാ സഹീഹുൽ ബുഖാരി അടക്കം ദർസ് നടത്തി ആലിമീങ്ങളാക്കി വളർത്തിയെടുക്കാൻ വേണ്ടി അതാ ഊടും മുറക്കും ഒഴിച്ചോടുന്ന മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹുവിലേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അത്തരത്തിലുള്ള മഹാന്മാരുടെ നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് പാർട്ടി നോക്കാതെ പിന്തുണച്ചുകൊണ്ട് ഈ സമുദായത്തെ പുരോഗമിപ്പിച്ചെടുക്കാനുള്ള ചിന്തയല്ലേ മുസ്ലിമീങ്ങളെ നമുക്ക് വേണ്ടത്? അതേ സമയത്ത് ഇല്ലാത്ത ആരോപണങ്ങളും, അതുപോലെ തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി വ്യഭിചാരാരോപണം പറഞ്ഞില്ലേ മുനാഫിഖ്? റസൂലുള്ളാഹിന്റെ ഭാര്യനെ പറ്റി പറഞ്ഞില്ലേ? അതുപോലെ സഫ്വാൻ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞില്ലേ? സുഹൃത്തുക്കളെ, ഞാൻ ഈ അടുത്ത് വല്ലാതെ നാണിച്ചുപോയി. കോഴിക്കോട്ട് പള്ളിക്കെതിരെ ഒരു പ്രകടനം നടത്തി കുറച്ച് മുസ്ലിയാമാര്. എന്നിട്ട് ഒരു മുസ്ലിയാര്, അദ്ദേഹം ബിരുദധാരിയാണ്, യഥാ കേരളത്തിലെ ഉന്നതനായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞ് പച്ചയായി പ്രസംഗിക്കുന്നത് കേട്ടപ്പോ ഞാൻ പറയട്ടെ, നമ്മുടെ സമുദായത്തിൽ ഇത്രയും ചിത്രത ഉണ്ടാക്കുന്ന കക്ഷികൾ ഉണ്ടായല്ലോ എന്ന നിലക്ക് ഞാൻ നാണിച്ചുപോയി. എന്റെ നാദാപുരത്തെ പ്രസംഗം അതേ ലീഗ് സമവായത്തിന്, സമസ്ത സംഘർഷത്തിന് എന്നെ CD ഇറങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങിക്കേട്ടു നോക്കണം. അതിൽ ഞാൻ ക്ലിപ്പ് വെച്ച് കേൾപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടോ മുസ്ലിമീങ്ങളെ, സമുദായത്തിലെ നേതാക്കന്മാരെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം ഉന്നയിക്കുന്ന ഏർപ്പാട്, അതുപോലെ തോന്നിവാസം പറയുന്ന ഏർപ്പാട്, അതൊക്കെ ഈ സമുദായത്തെ നശിപ്പിക്കാനല്ലാതെ ഈ സമുദായത്തെ പരിപോഷിപ്പിക്കാൻ അത് നിമിത്തമാകൂല. ഇബ്ലീസിന് 10 മിത്രങ്ങളുണ്ട്. ആ 10 മിത്രങ്ങളിൽ ഒന്ന് സുൽത്താനുൻ ജാഇറുൻ, അക്രമിയായ ഭരണാധികാരിയാണ്. ഇബ്ലീസിന്റെ സ്നേഹിതന്മാർ വഗനിയുൻ മുതകബ്ബിറുൻ, അഹങ്കാരിയായ പണക്കാരനാണ്. വതാജിറുൻ ഖായിനുൻ, ചതിയനായ ബിസിനസ്സുകാരനാണ്. വശാരിബുൽ ഖംറി, കള്ളുകുടിയനാണ്. വൽ ഖത്താത്ത്, ആളുകൾ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഫിത്നയും ഫസാദും എഴുതി വെക്കുന്നവനും പറയുന്നവനുമാണ്. അവൻ ഇബ്ലീസിന്റെ മിത്രമാണ്, ഇബ്ലീസിന്റെ സ്നേഹിതനാണ്. അതുപോലെ തന്നെ ലോകമാന്യത്തിന് വേണ്ടി പ്രസംഗിക്കുന്നവൻ, അവാർഡ് കിട്ടാൻ വേണ്ടി പ്രസംഗിക്കുന്നവൻ, പേപ്പറിൽ ഫോട്ടോ കിട്ടാൻ വേണ്ടി പ്രസംഗിക്കുന്നവൻ, നന്ദിയും സ്വാഗതവും കിട്ടാൻ വേണ്ടി രംഗത്ത് വരുന്നവൻ, ജനങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നവൻ, അങ്ങനെ ലോകമാന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, വാക്കിലു റിബാ, പലിശ തിന്നുന്നവൻ, വാക്കിലു മാലിൽ യതീം, യതീമിന്റെ സ്വത്ത് തിന്നുന്നവൻ. അതേ സുഹൃത്തുക്കളെ, യതീമാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് യതീമല്ലാത്ത കുട്ടികളെ കൊണ്ടുവന്ന് ചേർത്തിട്ട് യതീമിന്റെ പേരിൽ തിരിച്ചെടുത്ത് യതീമല്ലാത്ത മക്കൾക്ക് കൊടുക്കുന്ന കുറെ യതീം ഖാനകളില്ലേ? സുബ്ഹാനല്ലാഹ്. മർക്കസ് സഖാഫത്ത് സുന്നി തുർക്കിയ യതീം ഖാനയുണ്ട്. അതിന് പ്രത്യേകം അക്കൗണ്ട് ഉണ്ട്. അത് യതീം ഖാനക്കുള്ളത് യതീമിനെ കൊടുക്കൂ. അതുപോലെ പ്രവർത്തിക്കുന്ന ചുരുക്കം യതീം ഖാനകളുണ്ട്. അതേ സമയത്ത് കേരളത്തിലെ 95% യതീം ഖാനകളും യതീമിന്റെ പേരിൽ പിരിച്ചെടുത്തിട്ട് യതീമല്ലാത്ത മക്കളെ കൊണ്ട് തിന്നിക്കുന്ന, യതീമിന്റെ സ്വത്ത് തിന്നുന്നതും തിന്നിക്കുന്നതുമല്ലേ ഏറ്റവും വലിയ ചൂഷണമല്ലേ? ഇനി സുഹൃത്തുക്കളെ, സക്കാത്ത് തടഞ്ഞു വെക്കുന്നവര്, സക്കാത്ത് കൊടുക്കാത്തവര്, വല്ലതീയുതയിലുമല, മരണം പെട്ടെന്നൊന്നും വരൂല. ഇവിടെ എനിക്കും ഒരുപാട് ജീവിതം ഇനിയുമുണ്ടെന്ന് ചിന്തിച്ച് ആഖിറം
മറന്ന് ജീവിക്കുന്നവര് ഇവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണെന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട്. ആ ഇബ്ലീസിന്റെ മിത്രങ്ങളിൽ പെട്ടുപോകാതെ ഏഷണിക്കാര് പറയുന്ന ഏഷണികളിലും അതുപോലെ അവരെഴുതി വെക്കുന്നതിലും അതാ വഞ്ചിതരാകാതെ, നിങ്ങളെ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാതെ, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്താതെ നിങ്ങളെ ജീവിതം സംശുദ്ധമാക്കണേ. അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ പ്രസംഗം തുടങ്ങിയിട്ട് 30 കൊല്ലത്തിന്റെ മേലെയായി. ഇന്ന് വരെ ഹക്ക് ഹക്കായി പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അഭിമാനത്തോടെ ഞാൻ പറയുന്നു, സെൻസിംഗ് എന്ന് പറയുന്ന ഒരു മാസിക, അത് SYSന്റേതല്ല, SSFന്റേതല്ല, ഞങ്ങളെ ഒരു സംഘടനയുടേതുമല്ല. മഹാനായ ശിഹാബ് തങ്ങളുടെ തല കീഴോട്ടാക്കിയിട്ടും മറ്റൊരു തങ്ങളുടെ മുഖം പിളർത്തിയിട്ടും ചിത്രം കൊടുത്തപ്പോൾ അന്ന് തന്നെ അതിനെതിരെ ശക്തമായി പ്രസംഗിച്ചവനാണ്. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ. പക്ഷേ അത് കൊടുപ്പിച്ച കക്ഷികളുടെ പേര് ഇപ്പോൾ ഞാൻ വരുമ്പോ, അതാ കാടാമ്പുഴയിലൂടെ വരുമ്പോ ഒരു ജീപ്പിൽ വെച്ച് വിളിച്ചു പറയുന്നത് കേട്ടു. അവരല്ലേ അത് കൊടുപ്പിച്ചിരുന്നത്, അന്നതിനെ എതിർത്തത് ഞങ്ങളല്ലേ. കാരണം സയ്യിദന്മാരെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചത് പ്രഖ്യാപിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹഖിന്റെ കലിമത്ത് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ സഹകാരികൾക്കും നീ തൗഫീഖ് തരണേ അല്ലാഹ്. കേരളത്തിൽ സമുദായത്തിന് ധീരതയോടെ നേതൃത്വം കൊടുത്ത മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖുത്തങ്ങൾ നവ്വറല്ലാഹു മഖദ മഹാനവറുകളുടെ പൊന്നോമന പുത്രനാണ് ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖുത്തങ്ങൾ. മലേഷ്യയിൽ ഞാൻ പോയപ്പോൾ എന്റെ കൂടെ നടന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അവിടുന്ന് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അത് അവരുടെ ബാപ്പയുടെ പാരമ്പര്യമാണത്. ആ പാരമ്പര്യം നിലനിർത്തി ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്നു. അല്ലാഹു നമ്മുടെ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും മുത്തഅല്ലിമീങ്ങൾക്കും നമ്മളോട് സഹകരിക്കുന്ന എല്ലാ പാർട്ടിയിലും പെട്ടവർക്കും പെടാത്തവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഏറ്റിത്തരട്ടെ. നമ്മുടെ ഉമ്മത്തിനെ അല്ലാഹു ഒന്നിപ്പിച്ച് ശക്തിപ്പെടുത്തട്ടെ, ഭിന്നിപ്പിച്ച് നശിപ്പിക്കാതിരിക്കട്ടെ. പ്രാർത്ഥന നടത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടും കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഞാനിവിടെ കയറി വരുമ്പോൾ ഒരുപാട് ആളുകൾ വന്നതിന് ശേഷവും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്നിട്ടുണ്ട്. വരുന്ന വരവിൽ വഴിക്ക് വെച്ച് പലരും നേർച്ച തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ കത്ത് തന്ന ആ സ്ഥാപനം, അത് അൽഹംദുലില്ലാഹ് നേർച്ചയ്ക്ക് വലിയ ഫലമുള്ളതാണ്. ഒരു മാസത്തിൽ ചുരുങ്ങിയത് 20 ലക്ഷം ഉറുപ്പികയുടെ മേലെ നേർച്ച കിട്ടാറുണ്ട്. പക്ഷേ 60 ലക്ഷം ഉറുപ്പികയോളം അതിന് മാസത്തിൽ ചെലവ് വരും. 788 സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം. 1000-ലധികം മുതഅല്ലിമീങ്ങൾ, അതുപോലെ പഠിക്കുന്ന കുട്ടികൾ, ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ട് 60 ലക്ഷത്തോളം ചെലവ് വരും. നിങ്ങളെ ഇവിടൊക്കെ പല സ്ഥലത്തും പെട്ടിവെച്ചിട്ടുണ്ട്. അതുപോലെ റിസീവർമാർ വരും. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരൊക്കെ കഴിവിന്റെ പരമാവധി സഹായം നൽകണം എന്ന് സാന്ദർഭികമായി ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. നമ്മുടെ അലൈനിലെ പ്രവർത്തകനായ ഉസ്മാന്റെ ഭാര്യ ഒരു രോഗം നിമിത്തം പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രവർത്തകന്മാർ വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും അല്ലാഹുവേ, ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ, ഞങ്ങളുടെ ഭാര്യമാർക്കോ മാതാപിതാക്കൾക്കോ മക്കൾക്കോ ബന്ധപ്പെട്ടവർക്കോ എന്ത് രോഗം ചെറുതോ വലുതോ ഉണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ആരോഗ്യം കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ് തരണം റഹ്മാനെ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനെ. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد يا حي يا قيوم يا ذا الجلال والإكرام نسألك بأسمائك الحسنى وبذاتك الأسنى. നിന്റെ അസ്മാഉൽ ഹുസ്നയും അൽ ഇസ്മുൽ ആദമും മുൻനിർത്തി നീ ബഹുമാനിച്ച മുഴുവൻ വിഷയങ്ങളും മുൻനിർത്തി നിന്നിലേക്ക് ഞങ്ങൾ കൈയുയർത്തുന്നു അല്ലാഹ്. ഞങ്ങൾ അടിമകളാണ് അല്ലാഹ്. നീ ഉടമസ്ഥനായ രാജാവാണ് അല്ലാഹ്.
ഞങ്ങളെ കൽബിലുള്ള നീറുന്ന പ്രശ്നങ്ങൾ നിനക്കറിയാം. ഇന്നലെ രാത്രി 4:30 മണിക്ക് ഞാൻ വന്ന് കിടന്നത് അതൊരു പള്ളിയുടെയും മദ്രസയുടെയും വിഷയത്തിൽ. ഞങ്ങളുണ്ടാക്കിയ പള്ളിയും മദ്രസയും മറ്റൊരു കൂട്ടർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ വിഷയത്തിൽ ഇരുന്ന് ചർച്ച ചെയ്തതാണ്. ഇന്ന് നേരം വെളുത്ത ശേഷവും ഞാൻ അതിന്റെ ചിന്തയിലാണ്. റബ്ബേ, ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഞങ്ങളെ സ്ഥാപനങ്ങൾ അത് ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിന്റെ ഞങ്ങളുടെ ദീന് നിലനിർത്തുന്ന സ്ഥാപനങ്ങളായി നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കിടങ്കോലിടുന്നവരോ, ഞങ്ങളെ ആക്രമിക്കുന്നവരോ, ചീത്ത പറയുന്നവരോ, വെട്ടിക്കൊല്ലുന്നവരോ, ഏത് അക്രമം ചെയ്യുന്നവരുണ്ടോ അവരുടെയൊക്കെ മനസ്സ് നീ നന്നാക്കി ഹിദായത്തിലാക്കണേ അല്ലാഹ്. അവരെ നീ ഹിദായത്താക്കാൻ ഉദ്ദേശിക്കാത്ത പക്ഷം ഞങ്ങൾ നിന്റെ അധികാരത്തിലൊന്നും പറയുന്നില്ല. എങ്കിൽ അത്തരക്കാരെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്ന 10,000-ങ്ങളുണ്ട്. ഒരീർക്കിലി കഷ്ണം പോലും ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല. അവരെ ഖൽബ് ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, നിനക്കറിയാം. ഇന്നലെ രാവിലെ കുട്ടികൾക്ക് ജലാലിനി ഒതുക്കൊടുത്ത് ഇപ്പുറത്തേക്ക് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു. മംഗലാപുരത്തുകാരനാണ്, സൂറത്ത് കല്ലുകാരനാണ്. ഉസ്താദേ, ഒരു 3 ലക്ഷത്തിന്റെ ചെക്ക് തരാനാണ് വന്നത് സിറാജുൽ ഹുദക്കന്. എനിക്ക് പരിചയമില്ലാത്ത ആ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് ചെക്ക് തന്നു. വൈകുന്നേരം ഒരു സ്ഥലത്ത് ചെന്നപ്പോ 1.25 ലക്ഷം ഉറുപ്പികയുടെ ചെക്ക് തന്നിട്ട് ഞാനും എന്റെ ഭാര്യയും മക്കളും ആഖിബത്ത് നന്നായി മരിക്കണമെന്നും അതുവരെ ആഫിയത്തോടെ ജീവിക്കണമെന്നും ഒരു സ്നേഹിതൻ പറഞ്ഞു. അതുപോലെ ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന മുഅ്മിനീങ്ങൾ ലോകത്തെവിടെയുണ്ടോ? ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഞങ്ങൾ ആവശ്യം കണ്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്ന മുഅ്മിനീങ്ങൾ ആരുണ്ടോ അവർക്ക് ദുനിയാവും ആഖിറവും നീ കൊടുക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നാഫിയായ ഇൽമും തഖ്വയും ഹിദായത്തും മഅരിഫത്തും ഏറ്റിത്തന്ന് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ദാറുൻ നജാത്ത് എന്ന ഈ വിജയത്തിന്റെ ഭവനം ഇതിനാരെ സഹായിച്ചോ, പ്രവർത്തിച്ചോ, സഹകരിച്ചോ, ആരതിനു വേണ്ടി പ്രവർത്തിച്ചോ, ആരീ സദസ്സിൽ പങ്കെടുത്തോ, ഇതിന് ഇനി ആരെ സഹായിക്കുന്നുണ്ടോ മുഴുവൻ ആളുകളെയും ഞങ്ങളെയും നീ സഹായിക്കണേ അല്ലാഹ്. ഈ പ്രദേശത്ത് വന്നപ്പോൾ വല്ലാത്ത സന്തോഷമായി പോയി. സുന്നികൾ വളരെ ഐക്യത്തോടെ ജീവിക്കുന്നതായി കണ്ടു. ഈ ഐക്യം നീ നിലനിർത്തണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. മഹാനായ ശൈഖുനാ ഉസ്താദ് അവർ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ഉസ്താദ് തറക്കല്ലിട്ട സ്ഥലത്ത് എനിക്കിപ്പോൾ പ്രസംഗിക്കണം. അതിന് മുമ്പ് വേറെ സ്ഥലത്ത് കൂടി പ്രസംഗിക്കണം. അതുകൊണ്ട് എനിക്ക് സമ്മതം തരണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.